നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അനധികൃത കുടിയേറ്റം തടയുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലം മുതൽ തന്നെ ട്രംപ് ആവർത്തിച്ചു പറയുന്നതാണ്. അതിനുള്ള നീക്കങ്ങളും ട്രംപ് ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് വ്യക്തമാണ്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് യുഎസിൽ കുടിയേറ്റ വിരുദ്ധ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മെക്സിക്കോ അതിർത്തിയിലേക്ക് 1500 സൈനികരെ കൂടി അയക്കുമെന്ന് വൈറ്റ് ഹൌസും അറിയിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കാൻ ട്രംപ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട് 2 ദിവസത്തിന് ശേഷമാണ് നടപടി എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയാനുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നിലപാടിനെ തുടർന്ന് പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് അധികൃതരും. അതിർത്തി മേഖലയിൽ പട്ടാളം ഇറങ്ങിയാണ് കുടിയേറ്റക്കാരെ തടയുന്നത്. ഫെഡറൽ പോലീസും അതിർത്തി മേഖലകളിൽ റോന്ത് ചുറ്റി വിസയില്ലാത്തവരെ പിടികൂടുകയാണ്. ഇക്കാര്യത്തിൽ എല്ലാ ഏജൻസികൾക്കും സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് നൽകിയിരിക്കുന്നത്. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന അധികാരങ്ങളാണ് പ്രത്യേക ഉത്തരവിലൂടെ സൈന്യത്തിനും ഫെഡറൽ പോലീസിനും നൽകിയിരിക്കുന്നത്. ഇതിനനുസരിച്ച് അമേരിക്കൻ അന്വേഷണ ഏജൻസിയായ FBI അനധികൃത കുടിയേറ്റക്കാരെ പ്രത്യേക ഉത്തരവില്ലാതെ തന്നെ അറസ്റ്റ് ചെയ്യാനും പുതിയ ഉത്തരവ് അധികാരം നൽകുന്നുണ്ട്. നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടും ഇക്കാര്യത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ബുധനാഴ്ച പ്രസിഡന്റ് ട്രംപ് അതിർത്തിയിലെ ജീവനക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടുതൽ സൈനികരെ അയക്കാൻ പെന്റഗണിന് നിർദ്ദേശം നൽകിയിരുന്നു. 1500ഓളം സൈനികരാണ് ഇപ്പോൾ അതിർത്തിയിൽ എത്തിയിരിക്കുന്നത്. അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്ന CBP-1 ആപ്പിന്റെ പ്രവർത്തനം ട്രംപ് ഭരണത്തിലെത്തിയതോടെ അവസാനിപ്പിച്ചിരുന്നു. നിലവിൽ അനധികൃത കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥരെ സഹായിക്കുന്നതിനായി 2500ഓളം സൈനികരെ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം അവസാനത്തോടെ 1500 സൈനികർ കൂടി എത്തുന്നതോടെ കുടിയേറ്റക്കാരെ തടയുന്ന കാര്യത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. 4500ഓളം നാഷണൽ ഗാർഡിന്റെ ഒരു വിഭാഗത്തെയും അതിർത്തിയിൽ നിയോഗിച്ചു. രാജ്യസുരക്ഷയ്ക്കായി പ്രസിഡന്റ് ട്രംപ് നൽകുന്ന പ്രാധാന്യത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം കർശന നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോളിൻ ലിവിറ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് വൻതോതിൽ നാടുകടത്തുമ്പോൾ ഇവർക്ക് താൽക്കാലികമായി താമസിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയാണ് മെക്സിക്കോയിലെ സർക്കാർ. മെക്സിക്കൻ നാവികസേനയുടെയും മുനിസിപ്പൽ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് ഇതിന്റെ ജോലികൾ നടക്കുന്നത്. അതിനിടയിൽ മുഖം വരെ ടാറ്റു അടിച്ച് നടക്കുന്നവരെ പിടികൂടുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ അതിർത്തിയിലൂടെ അമേരിക്കയിലേക്ക് കടക്കുന്ന ക്രിമിനൽ സംഘങ്ങൾ പലരും ഇത്തരത്തിൽ ടാറ്റു അടിച്ചവരാണെന്നും അദ്ദേഹം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പറഞ്ഞു. പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം നൽകിയ ആദ്യ ടെലിവിഷൻ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്.